നടി അൻസിബ ഹസൻ നൽകിയ പരാതിയിൽ മുൻകൂർ ജാമ്യം തേടി ടിനി ടോം. കടവന്ത്ര പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് മുൻകൂർ ജാമ്യം തേടിയത്. എറണാകുളം സെഷൻസ് കോടതിയിലാണ് ടിനി മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയത്. വിവരങ്ങളുമായി ഉമേഷ് ചേരുന്നു. ഉമേഷ്, ഏതായാലും ആഭ്യന്തരമന്ത്രി പറഞ്ഞിട്ട് പോലും ഈ ടിനി ടോമിനെതിരെ കേസെടുത്തില്ല എന്ന് അൻസിബ ആരോപണം ഉന്നയിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് കോടതി ഉത്തരവിനെ തുടർന്ന് കേസെടുക്കാൻ തീരുമാനം പോലീസ് എടുക്കുകയും ചെയ്തു. ഇപ്പോൾ ഏതായാലും ജാമ്യം തേടി എത്തിയിട്ടുണ്ട് ടിനി. എന്താണ് വിവരങ്ങൾ? അതെ സിജു, കോടതി ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒടുവിൽ കടവന്ത്ര പോലീസ് ടിനി ടോമിനെതിരെ FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചത്. ഈ സാഹചര്യത്തിലാണ് ടിനി ടോം മുൻകൂർ ജാമ്യം തേടി എറണാകുളം സെഷൻസ് കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചിരിക്കുന്നത്. ടിനിക്കെതിരെ ഈ FIR രജിസ്റ്റർ ചെയ്തതനുസരിച്ച് BNS-ലെ 74, 75, 75, 1, 4 അടക്കം ജാമ്യമില്ലാ വകുപ്പുകൾ ടിനി ടോമിനെതിരെ ചുമത്തിയിട്ടുണ്ട്. അതായത് സ്ത്രീത്വത്തെ അപമാനിച്ചതിനും മതപരമായി അധിക്ഷേപിച്ചതിനും ഉൾപ്പെടെയുള്ള വകുപ്പുകൾ പ്രകാരമാണ് ടിനി ടോമിനെതിരെ കേസെടുത്തിരുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ അറസ്റ്റ് ഭയന്നുകൊണ്ട് തന്നെ ടിനി ടോം ഇപ്പോൾ മുൻകൂർ ജാമ്യം തേടി എറണാകുളം സെഷൻസ് കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. ടിനി ടോം അൻസിബയെ പരസ്യമായി അധിക്ഷേപിക്കുകയും അശ്ലീലകരവും ലൈംഗിക ചുവയുമുള്ള പരാമർശങ്ങൾ നടത്തി പറഞ്ഞിരുന്നത്. മാത്രമല്ല, ഈ പരാതിക്കാരിയെ മതതീവ്രവാദി എന്ന തരത്തിൽ അമ്മ അംഗങ്ങൾക്കിടയിൽ പ്രചരിപ്പിച്ചു എന്നും FIR-ൽ പറയുന്നുണ്ട്. ഇങ്ങനെ FIR ഇട്ട് അന്വേഷണം ആരംഭിക്കുന്നതിൻ്റെ ഭാഗമായി അൻസിബ ഹസൻ്റെ മൊഴി പോലീസ് ആദ്യം രേഖപ്പെടുത്തിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് ടിനി ടോമിൻ്റെ മൊഴിയെടുക്കാൻ അല്ലെങ്കിൽ ടിനി ടോമിനെ ചോദ്യം ചെയ്യാൻ ഉള്ള തയ്യാറെടുപ്പിലേക്ക് അന്വേഷണ സംഘം നീങ്ങുന്നത്. കടവന്ത്ര പോലീസാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. നേരത്തെ ഈ പരാതിക്കാരിയ അൻസിബയുടെയും ആരോപണവിധേയനായ ടിനി ടോമിൻ്റെയും സാക്ഷി എന്ന നിലയിൽ ശ്വേതാ മേനോൻ അടക്കമുള്ളവരുടെയൊക്കെ മൊഴിയെടുത്തെങ്കിലും ടിനിക്കെതിരെ കേസെടുത്ത് മുന്നോട്ട് പോകാൻ അന്വേഷണ സംഘം തയ്യാറായിരുന്നില്ല. ഈ സാഹചര്യത്തിലാണ് അൻസിബ കോടതിയെ സമീപിക്കുകയും ഒടുവിൽ കോടതി അൻസിബയ്ക്ക് അനുകൂലമായി ഉത്തരവ് വന്നതിൻ്റെ പശ്ചാത്തലത്തിൽ കടവന്ത്ര പോലീസ് ടിനിക്കെതിരെ FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിരിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ ടിനി ടോം മുൻകൂർ ജാമ്യാപേക്ഷ എറണാകുളം സെഷൻസ് കോടതിയിൽ നൽകിയിരിക്കുന്നത്. ശരി, ഉമേഷാണ് കൊച്ചിയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്.